ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ടെലിപ്ലേ ആണ് ദൂരദർശൻ കേന്ദ്രത്തിന് വേണ്ടി, നുണ നേരാകുമോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ജയ്കുമാർ IAS ഓഫീസർ അദ്ദേഹം ചെയ്ത, നമ്മുടെ പങ്കജ് സേനൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനിലൊക്കെ ഷാജി സാർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആ സമയത്താണ് കണ്ണെഴുതി പൊട്ടും തൊട്ടും പിന്നെ ആറാം തമ്പുരാനൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഷാജി സാറിനെയും സുരേഷ് കുമാർ സാറിനെയും രാജീവ് അഞ്ചൽ സാറിനെയും എനിക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ക്യാമ്പസ് പഠിച്ചത് MG കോളേജിലാണ്. എൻ്റെ കോളേജ് വന്നിട്ട് BCom ചെയ്തത്. അത് MG കോളേജ് പഠിക്കാൻ കാര്യം ഞാൻ മോഹൻലാൽ സാറിൻ്റെ വലിയൊരു ആരാധന, ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. അപ്പം ട്രിവാൻഡ്രം MG കോളേജിൽ തന്നെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കണം. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്, +2 ചെയ്തത്. അപ്പോൾ BCom കിട്ടാൻ പാടാണ് MG കോളേജ്. പക്ഷേ ഞാൻ പഠിച്ച ഒരു ഇത് വെച്ച് എനിക്ക് BCom തന്നെ കിട്ടി, മെറിറ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടി. അങ്ങനെ BCom കയറി. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്യാമ്പസ് ഫിലിം, ഒരുപാട് ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ പറ്റുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിശ്ചയിച്ച ഒരു ക്യാമ്പസ് സിനിമ ചെയ്യാം. അപ്പോൾ കാണാൻ കൊള്ളാമെന്നുള്ള ഏതെങ്കിലും പയ്യനെയൊക്കെ എടുത്ത് നായകനാക്കി ക്യാമ്പസ് സിനിമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ നടൻ, പക്ഷേ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, അങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു. പക്ഷേ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നടൻ എങ്ങനെ ഈ സിനിമയിൽ നായകനാകാം? പക്ഷേ നമ്മൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ക്യാമ്പസ് ഫിലിം ക്ലബിൻ്റെ ചെയർപേഴ്സണൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഈ ഡയലോഗൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെന്നിരിക്കുന്നുണ്ട്. അപ്പം ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ പലരും ദൈവമേ ഇയാൾ കറക്റ്റ് പറയരുതേ എന്നൊരാഗ്രഹം വെച്ച്, പക്ഷെ പലരും വന്ന് തെറ്റിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു, സജീവ് കിളികുലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് മണിക്കൂറിനെ തന്നെ വെച്ചാൽ അവൻ നന്നായിട്ട് ഡയലോഗ് ഇപ്പം തന്നെ അവൻ കാണാതെ പഠിച്ചു. അപ്പോൾ മണിക്കൂറിന് സമയം ലാഭിക്കാം. പിന്നെ ക്യാമ്പസ് സിനിമയാണ്, ഒരുപാട് ഫണ്ട് കിട്ടത്തില്ല, ക്യാമ്പസിൽ നിന്ന് ഇത്ര ഫണ്ടേ കിട്ടത്തുള്ളൂ. അപ്പം മണിക്കൂറിനെ തന്നെ വയ്ക്കാം. അപ്പം ഞാൻ എൻ്റെ കൂടോത്രമൊക്കെ ഏറ്റു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ നായകനായിട്ട് അഭിനയിച്ചു. ഈ ക്യാമ്പസ് ഫിലിം കായംകുളം കൊച്ചുണ്ണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാധ്യൻ ചെറിയനാട് കാണുകയും അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കള്ളനായിട്ട് അഭിനയിപ്പിക്കാം എന്നൊരു ഇതിൽ വിചാരിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ 10,000-2000 ആൾക്കാരുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാം, കാരണം ഇതിഹാസമല്ലേ, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണേ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അഭിനയിച്ച സമയത്ത് ഈ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് ചോദിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും സംസാരിച്ച് ഈ പയ്യൻ കൊള്ളാലോ, കൊച്ചുണ്ണിയായിട്ട് വെച്ചാലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം ഈ 2000 പേരേക്കാൾ കള്ളലക്ഷണം, കൊച്ചുണ്ണിയുടെ കള്ളലക്ഷണമുള്ള ഒരാൾ എനിക്കാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്, അത് സത്യമാണെന്നുള്ള അതിന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ 2000 കള്ളന്മാരിൽ കായംകുളം കൊച്ചുണ്ണിയാവാൻ ഭാഗ്യം എനിക്ക് ലഭിക്കുകയും അങ്ങനെയാണ് വിനയൻ സാറിൻ്റെ വൈഫും മകനും കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഈ സീരിയൽ കാണുകയും അദ്ദേഹം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്ന സമയത്ത് മണിക്കൂറിനെ സിനിമയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സാറ് വിളിക്കുകയും ചെയ്യുന്നു.